നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് 2024 ആഗസ്റ്റ് മാസത്തിൽ അപൂർവമായ ധനഭാഗ്യയോഗം, ലോട്ടറി ഭാഗ്യം, നറുക്കെടുപ്പുകളിൽ ഭാഗ്യം, ജോലിക്ക് പുറമെ ധനം ലഭിക്കാനുള്ള മറ്റു വഴികളിൽ കൂടെ ധനം ലഭിക്കാനുള്ള യോഗമുള്ള നക്ഷത്രക്കാർ, അതുപോലെ തന്നെ വിദേശത്ത് നിന്നും ധനം ലഭിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ തുടങ്ങിയ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ ധനഭാഗ്യയോഗം, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ നക്ഷത്രക്കാരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ചെറിയ ചെറിയ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ചിലർക്ക് മാസം മുഴുവൻ പൊതുവെ ഗുണകരമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹാവസ്ഥകളൊന്ന് നോക്കിയിട്ട് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. സൂര്യൻ കർക്കിടകം, ചിങ്ങൻ രാശികളിലായിട്ടാണ് ആഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. ചൊവ്വ, വ്യാഴം ഇവ ഇടവൻ രാശിയിലാണ്. ബുധൻ ചിങ്ങൻ രാശിയിലാണ്. ശുക്രൻ ആഗസ്റ്റ് 1 മുതൽ ചിങ്ങൻ രാശിയിലേക്ക് എത്തുന്നു. ശനി കുംഭൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു മീനൻ രാശിയിലും കേതു കന്നി രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. രണ്ടും പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആഗസ്റ്റ് 17 തീയതി ആകുമ്പോഴത്തേക്കും കൊല്ലവർഷം 1200 ആരംഭിക്കും. പുതിയ ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച വൈകുന്നേരം 7:45 സമയത്തോടു കൂടിയാണ് പൂരാടം നക്ഷത്രത്തിൽ ചിങ്ങ കൂറിലേക്ക് രവിസംക്രമം, സൂര്യസംക്രമം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താണ്? സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ സൂര്യൻ്റെ സ്വക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വലിയ പ്രഭാവം സൂര്യന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് മാസം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അപൂർവമായ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. അവർക്ക് ധനകാരകനായ വ്യാഴൻ 2-ലും വക്രത്തിലുള്ള ശനി 11-ലും സഞ്ചരിക്കുന്നു. വളരെ ഭാഗ്യമുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ശുക്രനും ബുധനും യോഗം ചെയ്യുന്നുണ്ട്. ചിങ്ങൻ രാശിയിൽ ഈ മാസം ശുക്രനും ബുധനും യോഗം ചെയ്യും. മാസത്തിൻ്റെ പകുതിയാകുമ്പോഴത്തേക്കും സൂര്യനും കൂടെ അങ്ങോട്ട് എത്തിച്ചേരുമ്പോൾ ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും ഉണ്ടാകും. അപ്പം അപൂർവമായൊരു ധനഭാഗ്യ യോഗം കിട്ടുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് പുറമെ വിവിധ മാർഗങ്ങളിൽ ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. അർഹതപ്പെട്ട എല്ലാ അംഗീകാരങ്ങളും ലഭിക്കാനുള്ള യോഗ്യതയുണ്ട്. മക്കൾക്ക് ഇടയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുടുംബാംഗങ്ങൾക്കിടയിലാണെങ്കിലും ഒരു അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണിത്. പിതാവിൽ നിന്നും ധനസഹായം ലഭിക്കാം, അല്ലെ പിതൃസ്വത്ത് അല്ലെ മാതൃസ്വത്തൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. മക്കൾക്ക് ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട്. ജോലിക്ക് ശ്രമിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്കും ഈ മാസം ജോലിക്ക് സാധ്യതയുണ്ട്. എപ്പോഴും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ഏതൊരു ശത്രുദോഷവും ഇല്ലാതാക്കാനും ഈ സമയത്ത് അവർക്ക് സാധിക്കുന്നതാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു മാസമാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഔദ്യോഗികമായ ഉയർച്ച, ജോലി പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ളവർക്ക് നേതൃപദവി കൈവരിക്കാനും ഈ മാസം അനുയോജ്യമാണ്, അല്ലെങ്കിൽ അതിന് കാരണമാകുന്നതാണ് ഈ മാസത്തെ ഗ്രഹാവസ്ഥകൾ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഭഗവാന് വഴിപാട് ചെയ്യുന്നത് ഭാഗ്യാനുഭവങ്ങൾ വളരെ വേഗത്തിൽ അവരിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കുന്നതാണ്. അടുത്ത ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ധനകാരകനായ വ്യാഴം 2-ാം ഭാവത്തിലും അതുപോലെ തന്നെ ശനി, ഭൂമി കാരകനും കൃഷി ലാഭമൊക്കെ കൊടുക്കുന്ന ശനി 11-ലുമാണ് സഞ്ചരിക്കുന്നത്. ബുധനും ശുക്രനും ചിങ്ങ രാശിയിൽ യോഗം ചെയ്യും. അതുപോലെ തന്നെ സൂര്യനും കൂടെ അങ്ങോട്ടെത്തി 3 ഗ്രഹങ്ങളും യോഗം ചെയ്യും. അപ്പോൾ അങ്ങനെ അവർക്ക് ധനഭാഗ്യ യോഗം, വളരെ അപൂർവമായ ധനഭാഗ്യ യോഗം ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നതിൻ്റെ, ധനകാരകനായ വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നതിൻ്റെ വലിയൊരു ഭാഗ്യം അവർക്ക് കിട്ടുന്നതാണ്. അപ്പം പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനുള്ളൊരു ശേഷി ഈ സമയത്തുണ്ടാകും. നേരത്തെ പൂർത്തീകരിക്കാൻ കഴിയാത്ത പല പ്രവൃത്തികളും ഈ മാസം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് അവർക്ക് സാധിക്കും. മാതൃബന്ധുക്കളുമായിട്ട് ഏതെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ട് അതേ സമയത്ത് വളരെ ഗുണകരമാണ്. ജോലി പ്രൊമോഷനോ ശമ്പള വർധനവോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കിട്ടുന്ന അവസരങ്ങളൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താനും ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്.
ഊഹക്കച്ചവടത്തിൽ പൂർണ്ണമായും ലാഭം പറയാൻ കഴിയില്ല. എങ്കിലും നല്ലൊരു പകുതിയിലേറെ നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ചില ഷെയറുകൾ അല്ലെങ്കിൽ ചില മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടിയില്ല എന്നും വരാം. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ മാസം ചെയ്യേണ്ടതില്ല. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമാണ് ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ ചിട്ടിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കാൽഭാഗം മേടക്കൂറിലും അവസാന മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഇടവക്കൂറിൽപ്പെട്ടവർക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാം. വ്യാഴവും ചൊവ്വയും ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നു. എങ്കിലും വലിയ ദോഷം എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ഗുരുമംഗള യോഗം രൂപം കൊള്ളുന്നുണ്ട്. വ്യാഴത്തിൻ്റെ പ്രഭാവത്തിന് കുറച്ച് കുറവുണ്ടാവുമെങ്കിലും ചൊവ്വയുടെ ആ തീവ്ര സ്വഭാവവും കുറയുന്നതാണ് വ്യാഴവുമായിട്ടുള്ള സംഗമം മൂലം. വ്യാഴം കാർത്തിക മേടക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് ഗുണകരമാണ്. നേരത്തെ പറഞ്ഞ പോലെ വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണമുണ്ടാവും. ശനി 11-ൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണം അവർക്ക് ഉണ്ടാകും. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്കാണ് അല്പസമ്മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നത്. 4-ാം ഭാവത്തിൽ ബുധശുക്ര യോഗമുണ്ട്. അതുപോലെ 10-ാം ഭാവത്തിലാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത്. 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനും അതുപോലെ തന്നെ സൂര്യനും ശുക്രനും ബുധശുക്രന്മാർ തമ്മിലുമുള്ള യോഗം ഉണ്ടാകും. ബുധാദിത്യ യോഗം, ശുക്രാദിത്യ യോഗം, ലക്ഷ്മി നാരായണ യോഗം ഇതെല്ലാം രൂപം കൊള്ളുന്നു. അത് ധാരാളം ധനപരമായിട്ട് വളരെയേറെ ഗുണകരമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കുന്നതാണ്. നല്ല വ്യക്തിപ്രഭാവം പുലർത്താനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു സ്ഥലത്ത് നമ്മൾ ചെന്നാലും ആ സമൂഹം നമ്മളെ ആദരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അത് സ്കൂളിലാണെങ്കിലും അതുപോലെ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും അതുപോലെ ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകനോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനമൊക്കെ ആണെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാം ആദരവ് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കുന്ന സമയമാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ എതിർപ്പുകളോ ഒക്കെ രൂപം കൊള്ളാമെങ്കിലും അതെല്ലാം വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. പൈതൃകമായിട്ട് ലഭിച്ച വീട് നവീകരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മാറ്റി പണിയാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ധനമൊക്കെ ലഭിക്കുന്നതാണ്. ഉദ്യോഗം തേടുന്നവർക്ക് ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. കരാറുകാരെ സംബന്ധിച്ച് വളരെ നേട്ടമുള്ള ഒരു കാലഘട്ടമാണ്. ബിസിനസ്സിൽ അധികം ധനം മുടക്കേണ്ടതില്ല എങ്കിലും കരാറുകൾ ഏറ്റെടുത്തിട്ട് അനുകൂലമായ ഈ സന്ദർഭത്തിൽ പണികൾ കൃത്യമായിട്ട് ചെയ്തു തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ കുറച്ചുകൂടെ ഗുണകരമാണ്. ആ സമയത്തേക്ക്, അതായത് ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും, ആഗസ്റ്റ് ഏതാണ്ട് പകുതിയോടുകൂടിയാണ്, 17-ാം തീയതി ആകുമ്പോഴാണല്ലോ ചിങ്ങമാസം തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും ഗ്രഹനില കൂടുതൽ അനുകൂലമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ജോലിക്കാർക്ക്. കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ജോലി കൂടുതൽ കാര്യക്ഷമമായിട്ട് ചെയ്യാനും ധാരാളം ഓർഡറുകൾ കിട്ടാനും അവർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ധനഭാഗ്യത്തിന് യോഗമുണ്ട്. ലോട്ടറിയേക്കാളും ദീർഘകാലത്തേക്കുള്ള ഒരു നേട്ടമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുള്ളത്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അവർക്ക് വ്യാഴവും ചൊവ്വയും 12-ൽ വരുന്നതിൻ്റെ ഒരു സമ്മർദ്ദം, മാനസികമായൊരു സമ്മർദ്ദം ഉണ്ടായേക്കാം. എങ്കിലും മാസത്തിൻ്റെ മധ്യമാകുമ്പോഴത്തേക്കും സൂര്യൻ 3-ാം ഭാവത്തിലെത്തുന്നതോടെ അവരുടെ മേൽ ഭാഗ്യം വർഷിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ധനപരമായിട്ട് നല്ല ഭാഗ്യം ഉണ്ടാകാനായിട്ട് ഇടയാകും. ലോട്ടറി ഭാഗ്യം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ധനലാഭം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ നല്ലൊരു തുക കൈവശം എത്തിച്ചേരുക, അതൊക്കെ ഉണ്ടാകും. കാരണം 3-ൽ ലക്ഷ്മീനാരായണ യോഗമാണ് വരുന്നത്. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് പല തടസ്സങ്ങളും മാറി അവർക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ മാസം സാധിക്കുന്നതാണ്. മാസത്തിൻ്റെ ആദ്യ ഭാഗം അത്ര ഗുണകരമായിട്ട് തോന്നുകയില്ല. കുറച്ച് അലച്ചിൽ ഉണ്ടാകും. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്താലും എല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ക്രമേണ ഈ മാസം പകുതി എത്തുന്നതോടുകൂടി കാര്യങ്ങൾ വളരെ അനുകൂലമാകും. രാഷ്ട്രീയത്തിലൊക്കെ നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും. പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. ആത്മീയ പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കാനുള്ള യോഗം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമാകും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ലോൺ നല്ലൊരു
പരിധിവരെ അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. കരാറുകാരെ സംബന്ധിച്ച് വലിയ ടെൻഡറുകളിൽ അവർക്ക് വിജയം നേടാനായിട്ട് സാധിക്കും. ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ വലിയ ചില കരാറുകൾ, വലിയൊരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയം പണിയുന്നതിൻ്റെയൊക്കെ വലിയ ടെൻഡറുകൾ അവർക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ വലിയ റോഡോ പാലോ ഒക്കെ പണിയുന്നതിൻ്റെ ടെൻഡർ കിട്ടാനുള്ള യോഗം അവർക്ക് ഉണ്ട്. അപ്പോൾ അത് തന്നെ അവർക്ക് ലൈഫ് പുതുതായിട്ട്, അതായത് 1200 എന്ന് പറയുന്ന കൊല്ലവർഷത്തിൽ ചിങ്ങം ആരംഭിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ തിരുവാതിര നക്ഷത്രക്കാരായ കരാറുകാർക്ക് പുതിയൊരു തുടക്കം എന്ന് നമുക്ക് പറയാം. അവർക്ക് അവരുടെ കരിയറിൽ വളരെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബ യോഗങ്ങൾ സംഘടിപ്പിക്കുക, ഓണാഘോഷം സംഘടിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കാനും സാധിക്കുന്നതാണ്. പൊതുവെ സന്തോഷകരമായിട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകക്കൂറിലാണ് വരുന്നത്. ഇപ്പം സൂര്യൻ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കുറച്ച് ആയാസങ്ങൾ, അലച്ചിലുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. അതേസമയത്ത് സൂര്യൻ മാറുന്നതോടുകൂടി അവർക്ക് കാലം അനുകൂലമാകും. സൂര്യൻ ചിങ്ങത്തിലേക്ക് മാറുന്നു, 2ലേക്ക് മാറുമ്പോൾ കാലം അനുകൂലമാകും. അപ്പം സൂര്യൻ ഇങ്ങനെ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നതിൻ്റെ അലച്ചിലുണ്ടാകുമെങ്കിലും വ്യാഴവും ചൊവ്വയും അനുകൂലമായിട്ട് വരികയും 11ലാണല്ലോ വരുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും പ്രവൃത്തി ഗുണവും വന്നു ചേരുകയും ചെയ്യും. ഭൂമിയിൽ നിന്ന് നല്ല ആദായം കിട്ടും. സഹോദരന്മാരിൽ നിന്നും ധനലാഭമോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ ഒക്കെ കിട്ടുന്നതാണ്. കടബാധ്യതകൾ നല്ലൊരളവ് വരെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ സാമ്പത്തികമായ ലഭ്യത വളരെ കൂടുതലുണ്ടായിരിക്കും. ലോട്ടറി ഭാഗ്യമോ നറുക്കെടുപ്പ് മുഖേന ഭാഗ്യമോ വിദേശത്ത് നിന്നും ധനം എത്തിച്ചേരാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകാം. പൊതുപ്രവർത്തനം നടത്തുന്നത് കൊണ്ട് സമൂഹത്തിൽ ആദരവ് ലഭിക്കും. അതുപോലെ തന്നെ പ്രായമായ ആളുകളാണ് തിരുവാതിര നക്ഷത്രക്കാരെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി സ്വസ്ഥമായിട്ട് കുറച്ച് യാത്രയൊക്കെ ചെയ്യാനുള്ള യോഗം ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ വിജയിക്കാനുള്ള യോഗമുണ്ട്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സന്ദർഭമാണ്. അപ്പോൾ ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ജനറൽ നോളജൊക്കെ വർദ്ധിപ്പിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ റെഡി ആയിട്ടിരിക്കുക. ജോലി കിട്ടാനുള്ള യോഗം പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ട്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരം എന്ന് പറയത്തില്ല. മാസത്തിൻ്റെ ആദ്യം സൂര്യൻ 12ലും തുടർന്ന് ജന്മക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അല്പം മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവപ്പെട്ടേക്കാം. വിദ്യാർത്ഥികൾക്ക് അന്യനാടുകളിൽ പഠനത്തിന് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ അന്യനാട്ടിൽ ജോലിക്ക് ശ്രമിച്ചാലും അവർക്ക് കിട്ടുന്നതാണ്, സാധ്യത കൂടുതലുണ്ട്. ധനലഭ്യത വർദ്ധിക്കുന്നതാണ്. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ ധനം ലഭിക്കാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ വിദേശ ധനം കിട്ടാനുള്ള യോഗമുണ്ട്. കുംഭരാശിയിൽ വക്രത്തിലുള്ള ശനി ധനപരമായിട്ട് ദോഷമൊന്നും ചെയ്യില്ല. വക്രത്തിലാണ് ശനി, 7ലാണെങ്കിൽ പോലും കുഴപ്പമില്ല. ശുക്രൻ ആഗസ്റ്റ് 1-ാം തീയതി ചിങ്ങക്കൂറിൽ ബുധനോടൊത്ത് ചേർന്ന് ലക്ഷ്മി നാരായണ യോഗം സൃഷ്ടിക്കുന്നു. അത് ധനപരമായിട്ട് വലിയ ഗുണം ചെയ്യും. എന്ന് പറഞ്ഞാൽ കുറേയേറെ കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും. ബാധ്യതകളൊക്കെ നല്ലൊരു അളവ് വരെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കയ്യിലേക്ക് വരുന്ന ധനം മുഴുവൻ ഓരോരോ കാര്യത്തിന് വേണ്ടി എടുത്ത് തീർക്കാതെ കുറച്ചൊന്ന് സേവ് ചെയ്യുകയും കുറച്ച് കടങ്ങൾ തീർക്കാനും ഉപയോഗിക്കുക. പിന്നെ വ്യാഴവും ചൊവ്വയും കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര ഗുണകരമല്ല. കുടുംബത്തിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടും ലഭിച്ചു എന്ന് വരികയില്ല. സാധാരണ വ്യാപാരങ്ങളിൽ നിന്നും ഒരു ഇടത്തരം ചെറുകിട വ്യാപാരങ്ങളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകും. വൻകിട വ്യാപാരികൾക്ക് ഉദ്ദേശിക്കുന്ന അത്ര ലാഭം കിട്ടണമെന്നില്ല. എങ്കിലും മോശമല്ല, സ്ഥിതി അത്ര മോശമല്ല. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോട് കൂടിയ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമം നടത്തുന്നതാണ്. കുറച്ചുകൂടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു വിശ്വസ്തനായ പങ്കാളിയുമായിട്ട് ചേർന്ന് പുതിയൊരു ബിസിനസ് ആരംഭിക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. കുറച്ച് എതിർപ്പുകളോ ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വരും, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു പഞ്ചാമൃതം നേദിക്കുന്നത്, അതുപോലെ തന്നെ ദേവിക്ക് ഒരു പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ആരോപണങ്ങളെ നേരിടാൻ വളരെയേറെ മനഃശക്തി തരുന്നതാണ്. കുറേയേറെ ശത്രുദോഷങ്ങൾ അതിൽ കൂടെ മാറിപ്പോകുന്നതാണ്. ജോലി മാറാൻ കാലം അത്ര അനുകൂലമല്ല. നിലവിലുള്ള ജോലി തുടരുന്നതാണ് ഗുണകരം. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെലവ് അല്പം വർദ്ധിക്കുന്നതാണ്. ചെലവിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതാണ്.
അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് സൂര്യൻ 12ാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ ജന്മക്കൂറിലും വരുന്നുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം ചിങ്ങക്കൂറിലും അവസാന മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചിങ്ങക്കൂറിലുള്ളവർക്ക് സൂര്യൻ 12ലും ജന്മക്കൂറിലുമായിട്ട് വരുന്നത് കൊണ്ട് ഒരല്പം അലച്ചിലുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. കന്നിക്കൂറിൽ പെടുന്ന ആൾക്കാർക്ക് മാസം തുടങ്ങുമ്പോഴത്തേക്കും സൂര്യൻ 11ലാണ്. അത് വളരെയേറെ ഗുണകരമാണ്. ലോട്ടറി ഭാഗ്യവും സ്ഥാനമാന ലബ്ധി, അനേകം വിഭവങ്ങളുടെ ലഭ്യത തുടങ്ങിയവയാണ് സാമാന്യ ഫലമായിട്ട് പറയാനുള്ളത്. സൂര്യൻ 11 നിൽക്കുന്ന കാലത്ത് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. നേരത്തെ തീരുമാനിച്ച് ഉറച്ച പദ്ധതികൾ പലതും കാണും. അതിലൊക്കെ നല്ല വിജയം നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭാഗ്യകാരകനായ വ്യാഴം 9ലാണ് സഞ്ചരിക്കുന്നത്. അത് വ്യക്തമായ ധനഭാഗ്യ യോഗം നൽകുന്നതാണ്. ലോട്ടറിയിലോ ഭാഗ്യ നറുക്കെടുപ്പുകളിലോ ഒക്കെ നല്ല സമ്മാനങ്ങൾ ലഭിക്കാനുള്ള യോഗമുണ്ട്. 9 ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണകരമല്ല നമ്മൾ പൊതുവേ നോക്കുമ്പോൾ. പക്ഷേ ഗുരുമംഗള യോഗം ആയതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ആ ദോഷഫലം കുറയുകയും വ്യാഴത്തിൻ്റെ ഗുണഫലത്തോട് ചേരുമ്പോൾ ചൊവ്വ നൽകുന്ന ആ എനർജി അല്ലെങ്കിൽ ശക്തി നമുക്ക് കിട്ടുകയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടല്ലെങ്കിലും നല്ലൊരളവ് വരെ കിട്ടുകയും ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് ഗുണകരമായിട്ടേ വരികയുള്ളൂ. ജോലി ചെയ്യുന്ന മേഖലയിൽ നന്നായിട്ട് അത് പെർഫോം ചെയ്യാൻ സാധിക്കും. മേലധികാരികളുടെ പ്രീതി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നല്ല രീതിയിൽ സഹകരിപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കടബാധ്യത പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതിൽ നല്ലൊരു അളവ് വരെ വിജയിക്കാനും സാധിക്കും. ശാരീരികമായ വ്യായാമങ്ങളൊക്കെ ആരംഭിക്കാനും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മാറാനും ഇടയാകുന്നതാണ്. ഗവേഷണ രംഗത്ത് ശാസ്ത്രരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവേഷണത്തിനുള്ള സ്കോളർഷിപ്പുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഷെയറൊക്കെ എടുത്തിരിക്കുന്നവർക്ക് നല്ലൊരു എമൗണ്ട് ഡിവിഡൻ്റായിട്ട് ലാഭവിഹിതമായിട്ട് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. നേരത്തെ എടുത്ത ഷെയറുകൾക്ക് നല്ല വില കിട്ടാനും നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ നല്ലൊരു തുകയായിട്ട് കയ്യിലേക്ക് എത്തിച്ചേരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉത്തരം കന്നിക്കൂറിൽപ്പെട്ടവർ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ പരീക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല. അവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പം അത് ചുരുക്കത്തിൽ ഇത്രയാണ് ഉത്തരത്തിൻ്റെ പറയാനുള്ളത്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സൂര്യൻ 11ലായതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ല. ലോട്ടറി ഭാഗ്യം വളരെ വ്യക്തമായിട്ട് ഈ മാസം ഉണ്ടാകും. ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകും. സ്ഥാനം, മാനം, വിഭവം, അഭിചൈകാദശേ രോഗനാശം. അതായത് 11ൽ സൂര്യൻ സഞ്ചരിക്കുമ്പം സ്ഥാനം, മാനം, വിഭവം, പിന്നെ രോഗനാശം. ഇതാണ് സൂര്യൻ 11ലാകുമ്പോഴുള്ള ഫലം. അപ്പോൾ അനേകം വിഭവങ്ങളുടെ ലഭ്യതയും രോഗമുക്തിയും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക രംഗം ഒന്ന് ഉണരുന്നതാണ്. കാര്യതടസ്സമൊക്കെ മാറുന്നതുമാണ്. പ്രവർത്തനത്തിൽ നല്ല ഏകാഗ്രത കിട്ടുന്നതും പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതുമാണ്. ജോലി നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും അതുമൂലം പ്രൊമോഷനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡറായിട്ട് നമ്മളെ നിയമിക്കാനോ ഒക്കെ സാധ്യത ഉണ്ട്. നല്ലൊരു സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിലൊക്കെ MD പോസ്റ്റിലേക്കൊക്കെയുള്ള അല്ലെങ്കിൽ ഡെപ്യൂട്ടി MD ഒക്കെ പോസ്റ്റിലേക്ക്, CEO പോസ്റ്റിലേക്കൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അവർക്ക് ഇൻ്റർവ്യൂകളിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. അത്തരം അവസരങ്ങൾ അവർക്ക് കിട്ടുന്നതാണ്. ഭാഗ്യകാരകനായ വ്യാഴം 9ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. ലോട്ടറി, ഭാഗ്യ നറുക്കെടുപ്പുകൾ തുടങ്ങിയവയിൽ സമ്മാനം കിട്ടുന്നതാണ്. വ്യാഴത്തോട് ചേർന്ന് ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഗുരുമംഗള യോഗം ശുഭകരമായിട്ട് തന്നെ അനുഭവപ്പെടും. പൊതുവെ ശുഭകരമായിരിക്കും. പിന്നെ കുറച്ച് ദൂരയാത്രകൾ വേണ്ടി വരും. ചെലവ് അല്പം വർദ്ധിക്കുന്നതാണ്. ചെലവിനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ ചിലർ ചെറിയൊരു ഇടച്ചിൽ കാണിക്കാം, ചെറിയൊരു എതിർപ്പൊക്കെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് അധികകാലം നീണ്ടു നിൽക്കുകയില്ല, എങ്കിലും ചെറിയൊരു മാനസിക വിഷമം അത് സൃഷ്ടിച്ചേക്കാം. അത് കാര്യമാക്കാനില്ല. പിന്നെ കൂടുതൽ സാമഗ്രികൾ വാങ്ങിക്കാനായിട്ട്, വീട്ടു സാധനങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഈ സമയത്ത് ധനം ചെലവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചെലവിനെ ഒന്ന് നിയന്ത്രിക്കണം, അതിനൊരു കണക്ക് സൂക്ഷിക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. പൊതുവെ ധനപരമായിട്ട് ഗുണകരമാണ്. അടുത്ത ചോതി നക്ഷത്രമാണ്.
ചോതി നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും മനസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നതാണ്. അവർക്ക് 10ലും 11ലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. 11ൽ ബുധനും ശുക്രനും യോഗം ചെയ്യുന്നത് ഒരു രാജയോഗ തുല്യമായ ഒരു യോഗമാണ്. ലക്ഷ്മി നാരായണ യോഗമാണ്. ധാരാളമായിട്ട് ധനം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ അധികാരമുള്ള ചുമതലകൾ കിട്ടുന്നതാണ്. മത്സരങ്ങളിൽ പലതിലും വിജയിക്കുന്നതാണ്. ഭൂരിഭാഗം മത്സരങ്ങളിലും വിജയിക്കാൻ സാധിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ നല്ലൊരു അളവ് വരെ മറികടക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. ബിസിനസ്സിൽ പുതിയ പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ് ഒരു സ്റ്റെപ്പ് കൂടെ ഉയർത്തി നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെ സാധിക്കും. അതിനുള്ള സാമ്പത്തിക സഹായം, ആൾ സഹായമൊക്കെ ഈ സമയത്ത് കിട്ടുന്നതാണ്. സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഈ ഓഗസ്റ്റ് മാസം മുതൽ അനുവർത്തിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു പുതുവർഷം വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ശൈലി മാറ്റം നമുക്ക് വലിയ ഗുണകരമായിട്ട് വരുന്നതാണ് ചോതി നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ഏകാഗ്രത പുലർത്താൻ സാധിക്കും. പിന്നെ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് വരുന്നത് കൊണ്ട് തന്നെ പ്രായമായ ആളുകളുമായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങൾക്ക് തടസ്സമൊക്കെ വരാം. എങ്കിൽ പോലും പൊതുവേ ഒരു ദൈവാധീനം ഉണ്ടാകും. ധനപരമായ കുറേ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാവരും ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും നിറവേറ്റി കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. പരമാവധി നമുക്ക് ചെയ്തു കൊടുക്കാം, അതേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ തടസ്സങ്ങൾ വല്ലതും വരുന്നുണ്ടെങ്കിൽ ശാസ്താവിന് ഒരു നീരാജനമോ നെയ്വിളക്കോ തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവരുടെ കുടുംബ ദേവതയ്ക്ക് ഒരു പട്ട് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ എണ്ണ വിളക്ക് അല്ലെങ്കിൽ നെയ് വിളക്ക് ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു അർച്ചന കുടുംബദേവതയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ തോതിൽ ഉണ്ടാകാം, അതുകൊണ്ടുകൂടിയാണ് പറഞ്ഞത്. അടുത്തത് അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് 7ൽ ചൊവ്വയും വ്യാഴവും ചേർന്ന് ഗുരുമംഗള യോഗം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10ൽ ബുധശുക്ര യോഗം ഉണ്ടാകുന്നുണ്ട്. ഇത് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാലമാണ്. അപ്പോൾ ശുക്രൻ 10ൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ലെങ്കിലും ഈ ലക്ഷ്മി നാരായണ യോഗം ആയിട്ട് വരുന്നത് കൊണ്ട് അത് ഗുണകരമാകും. വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മാസത്തിൻ്റെ പകുതിയാകുമ്പോൾ ചിങ്ങൻ രാശിയിൽ ശുക്രാദിത്യ യോഗം ഉണ്ടാകും. മാസത്തിൻ്റെ രണ്ടാം പകുതി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മികച്ച ഫലങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. വീട്ടിൽ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന അംഗങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടാകുന്നത് ധനച്ചെലവ് വർദ്ധിപ്പിച്ചേക്കാം. എന്നാൽ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പണം മുടക്കിയിരിക്കുന്ന ബിസിനസ്സുകൾ, അതിൽ നിന്നൊക്കെ നല്ല ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കരാറുകാരെ സംബന്ധിച്ച് ഗുണകരമാണ്. വ്യവസ്ഥകൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം ഒപ്പിടുക. നല്ല കരാറുകൾ കിട്ടാനുള്ള, വൻതുകയുടെ കരാറ് കിട്ടാനുള്ള യോഗമുണ്ട്. സർക്കാരിൽ നിന്നുള്ള അനുമതി പത്രങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. വീടിൻ്റെ ലോണ്, വാഹനത്തിൻ്റെ ലോണൊക്കെ നല്ലൊരു പങ്ക് അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ധനം നമുക്ക് ലഭിക്കാനോ ഒക്കെയുള്ള സാധ്യതയും ഉണ്ട്. പൊതുപ്രവർത്തകർക്ക് അംഗീകാരം കിട്ടും. അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത്, അതായത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ആൾക്കാർക്ക് നല്ല ലാഭം ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം. അടുത്ത തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുമംഗള യോഗവും ബുധശുക്ര യോഗവും ഒക്കെ വളരെ ഗുണകരമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മാസത്തിൻ്റെ പകുതിയാകുമ്പം ശുക്രാദിത്യ യോഗം ചിങ്ങൻ രാശിയിൽ രൂപം കൊള്ളുന്നതും അവർക്ക് ഗുണകരമാണ്. അപ്പം കൃത്യമായിട്ട് ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അധികാരികളൊക്കെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജോലിയിൽ പ്രൊമോഷനുള്ള സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിന് വളരെയേറെ സാധ്യതയുള്ളൊരു മാസമാണിത്. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. കുടുംബാംഗങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ വിജയിക്കുന്നതാണ്. പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ളവർക്ക്, സയൻറ്റിസ്റ്റുകൾക്ക്, ഗവേഷകർക്ക് ഒക്കെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് അതിൽ നിന്ന് ധനലാഭം ഉണ്ടാകും. പേറ്റൻ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതുപോലെ ഈ സയൻസ് എക്സിബിഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ സമ്മാനങ്ങൾ കിട്ടാനുമുള്ള യോഗമുണ്ട്.
സാംക്രമിക രോഗങ്ങളൊക്കെ ബാധിക്കാനോ അതിൽ കൂടി ഒരല്പം ധനനഷ്ടമൊക്കെ ഉണ്ടായേക്കാം. അതൊന്ന് കരുതലെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പൊതുവെ നോക്കുമ്പോഴത്തേക്കും നല്ല ധനലാഭ യോഗമുള്ള ഒരു മാസമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടായാൽ മഹാദേവന് വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമാണ്. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രത്തിന് സൂര്യൻ 7-ലും ചൊവ്വയും വ്യാഴവും ചേർന്ന് 5-ലുമാണ് സഞ്ചരിക്കുന്നത്. പല പല നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലമാണ്. പൂർണ്ണമായിട്ടും ഗുണകരമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ, എങ്കിലും സാമാന്യം നല്ല നേട്ടങ്ങളുണ്ടാകും. നമ്മുടെ പ്രയത്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ നല്ല അംഗീകാരങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ കൂട്ടുകച്ചവടം അത്ര ഗുണകരമല്ല. എന്നാൽ ബിസിനസ്സിൽ, തന്നെത്താൻ ചെയ്യുന്ന ബിസിനസ്സിൽ ഗുണകരമായ ഒരുപാട് അവസ്ഥകൾ ഉണ്ടാകും. കാരണം ജീവിത പങ്കാളിയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ ഒരല്പം നിസ്സഹകരണം ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും സാരമില്ല. നമുക്ക് ഉള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും ഈശ്വര വിശ്വാസവും കൊണ്ട് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ധനവരവിന് കുറവുണ്ടാകാൻ ഒരു സാധ്യതയില്ല. ചെലവിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. ലോട്ടറി ഭാഗ്യം ഒരു പരിധിവരെ ഉണ്ടാകാം, വളരെ കൂടുതൽ ഒന്നുമില്ല, എങ്കിലും ഭാഗ്യാനുഭവങ്ങൾക്കുള്ള യോഗം ഉണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു അല്പ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മനപ്രയാസം ഉണ്ടാക്കാൻ ഇടയുള്ളത്. ധനഭാവം മാത്രം നമ്മൾ നോക്കുമ്പോൾ ഗുണകരമാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ ഇവർ കുടുംബ ദേവതയ്ക്ക് വഴിപാട് ചെയ്യേണ്ടതാണ്. പിന്നെ ശാസ്താവിന് വഴിപാട് ചെയ്യണം. നീരാഞ്ജനം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ തിരുവോണ നക്ഷത്രക്കാർ ശാസ്താവിന് ചെയ്യേണ്ടത് പറഞ്ഞു, കുടുംബദേവതയ്ക്ക് പറഞ്ഞു, മഹാദേവന് ധാര വഴിപാട് ചെയ്യുന്നത് മനപ്രയാസങ്ങളൊക്കെ മാറിയിട്ട് എല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഉപകരിക്കുന്നതാണ്. അവിട്ട നക്ഷത്രമാണ് അടുത്തത്. അവിട്ട നക്ഷത്രക്കാർ ജോലിയിലുള്ളവർക്ക് വളരെ ഗുണകരമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും ജോലിയിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ടീം ലീഡറായിട്ട് നിയമിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഹെഡായിട്ട് നിയമിക്കപ്പെടാം. വാക്ക് പാലിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഈ സമയം പാലിക്കാൻ അല്പം ബുദ്ധിമുട്ടും. ഞാൻ 10 ദിവസത്തിനകം ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ 10 ദിവസത്തിനകത്ത് ചെയ്യാൻ ഉള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ദിവസമോ കുറച്ച് കൂടുതൽ ദിവസങ്ങളൊക്കെ വൈകിപ്പോകാം. എങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ട് വരും. അതിൽ നിന്ന് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള നല്ല പ്രീതി ലഭിക്കുന്നതുമാണ്. മക്കൾക്ക് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്, അവിടെ പഠിക്കാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, വളരെ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരുപാട് നിക്ഷേപങ്ങൾ ഈ സമയത്ത് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് അവിടുത്തെ നക്ഷത്രക്കാർക്ക്. നേരത്തെ എടുത്തിരുന്ന ഷെയറുകളൊക്കെ ലാഭകരമാകും. അതിൽ നിന്നുള്ള ലാഭവിഹിതം, അതുപോലെ ഷെയറിൻ്റെ വില വർദ്ധിക്കുന്നത്, ഇതൊക്കെ ഗുണകരമായിട്ട് വരുന്നതാണ്. വീട് പണി തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. വീട് പണി പൂർത്തിയാക്കാൻ ഒരു യോഗം ഈ സമയത്ത് കാണുന്നില്ല. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. കുറച്ച് ചിലവ് വർദ്ധിക്കും രോഗചികിത്സയ്ക്കായിട്ട്. എങ്കിൽ പോലും പൊതുവേ ധനഭാവം നോക്കുമ്പോൾ ജോലിയിൽ നിന്നുള്ള വരുമാനമാണ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ വരുമാനം കണ്ടെത്താനും ശ്രമിക്കുന്നതാണ്. ജാതകത്തിലെ ഗ്രഹനില അനുകൂലമാണെങ്കിൽ 2 വരുമാനങ്ങൾ ഒരേ സമയത്ത് ലഭിക്കാനുള്ള യോഗം അവിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ട്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു വാതിൽ തുറക്കുന്നുണ്ടോ എന്നുള്ളത്, മറ്റൊരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ചെയ്യാനോ അല്ലെങ്കിൽ ട്യൂഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരവസരം കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗിക്കുക. ചിലർക്ക് കലാപ്രവർത്തനങ്ങളിൽ നിന്ന് ചിത്രം വരയ്ക്കുക, പെയിൻറ്റിങ് ഒക്കെ ഗുണകരമാണ്. ചിലർ പലഹാരം ഉണ്ടാക്കി വിൽക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ട് ടൈം നമുക്ക് ജോലിയോടൊപ്പം ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു അഡീഷണൽ വരുമാനം ഈ സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ചതയ നക്ഷത്രമാണ് അടുത്തത്. ചതയ നക്ഷത്രക്കാർക്ക് സൂര്യൻ 6-ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്പ്രഭമായി പോകും. നമുക്ക് നേരത്തെ പണം തരാതെ പോയിരുന്ന പല ആൾക്കാരും ഈ സമയത്ത് ആ പൈസ തിരിച്ചുകൊണ്ട് തരും. അവർക്കത് അങ്ങനെ തോന്നും. അങ്ങനെ നമ്മൾ ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന പണം പോലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലൊക്കെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാകും.
ജോലിയിൽ ഉള്ളവർക്ക് ജോലി പ്രൊമോഷന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു തരത്തിൽ ധനലാഭമാണ്. അതായത് വീട്ടിൽ നിന്ന് ദൂരെ പോയി നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും. അധികാരമുള്ള ചുമതലകൾ കിട്ടുന്നതാണ്. മത്സരങ്ങളിലും ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലി തേടുന്നവർക്ക് ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. പിന്നെ ദാമ്പത്യത്തിൽ പൊതുവെ രമ്യത ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടം, ബ്രോക്കറായിട്ട് പ്രവർത്തിക്കുക, ഏജൻസി പ്രവർത്തനം തുടങ്ങിയവയിൽ നിന്ന് നല്ല ആദായം ലഭിക്കാനുള്ള യോഗവും ഈ സമയത്ത് ചതയ നക്ഷത്രക്കാർക്ക് ഉണ്ട്. അടുത്ത പൂരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ജന്മക്കൂറിലാണ് ശനി സഞ്ചരിക്കുന്നത്. പൂരുട്ടാതി 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 1/4 ഭാഗം കുംഭക്കൂറിലും അവസാന 1/4 ഭാഗം മീനക്കൂറിലുമായിട്ടാണ് വരുന്നത്. ഈ കുംഭക്കൂറുകാരുടെ ഫലം കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ജന്മക്കൂറിലാണ് ശനി സഞ്ചരിക്കുന്നത്. ജന്മശനി ആണെങ്കിലും കുംഭത്തിലായതുകൊണ്ട് ശനി വലിയ ദോഷകാരിയാകുകയില്ല. 4-ൽ വ്യാഴവും ചൊവ്വയും സഞ്ചരിക്കുന്നു. 7-ല് ബുധനും ശുക്രനും സഞ്ചരിക്കുന്നു. അധ്വാനഭാരം അല്പം കൂടുമെങ്കിലും നല്ല സ്ഥാനമാനങ്ങളുള്ള ചുമതലകൾ കിട്ടാൻ യോഗമുണ്ട്. സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഔദ്യോഗികമായിട്ട് വളരെയേറെ അംഗീകരിക്കപ്പെടും. നല്ല രീതിയിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ സാധാരണക്കാരനാണെങ്കിൽ പോലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ പദവി പോലെ ഉള്ള ഒരു പദവി, ഒരു IAS IPS രീതിയിലുള്ളൊരു പദവി കിട്ടാനുള്ള യോഗമുണ്ട്. അതായത് സ്വതന്ത്ര ചുമതല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു യോഗം ഈ സമയത്ത് ഉണ്ടാകും. വീട്ടിലാണെങ്കിലും നമുക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഭാവിയിലേക്ക് മുൻകൂട്ടി കണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിക്ഷേപങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ വളരെ പ്രയോജനകരമായിട്ട് മാറാനിടയുള്ള ഒരുപാട് നിക്ഷേപങ്ങൾ ഈ സമയത്ത് ചെയ്യാം. പുതിയ സംരംഭങ്ങൾ പലതും തുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധിക ചെലവ് അല്ലെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. കുടുംബജീവിതം പൊതുവെ സുഖവും സംതൃപ്തിയും നിറഞ്ഞതായിരിക്കും. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. വിവാഹം ഒരല്പം കഴിഞ്ഞാൽ നടക്കുന്നതെങ്കിലും ഒന്ന് പറഞ്ഞുറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ വിദേശത്ത് നിന്നും ബന്ധുക്കൾ ധനം നൽകി സഹായിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ലോട്ടറി ഭാഗ്യം ഒക്കെ ഉണ്ട്. വലിയ തോതിലല്ലെങ്കിലും നറുക്കെടുപ്പുകളിൽ, ലോട്ടറികളിലും മത്സരങ്ങളിലൊക്കെ വിജയിക്കാനുള്ള യോഗം ഉണ്ട്. പിന്നെ ആത്മീയമായ കാര്യങ്ങൾ, ആരാധനാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ ഇടപെടാനും അതിൽ നേതൃത്വം വഹിക്കാനും സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ആത്മവിശ്വാസത്തോടു കൂടി രംഗത്തിറങ്ങാനും ധനലാഭം നന്നായിട്ട് ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള ഒരു മാസമാണ്. നല്ല ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇവർ മുന്നോട്ട് പോവുക. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഭാഗ്യമൊന്ന് ചെറിയ തോതിലൊക്കെ പരീക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-2 മാസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുമെന്ന്. അതിൽ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പരിചയമുള്ള അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ചില ആളുകൾക്ക് വൻതോതിലല്ലെങ്കിലും ലോട്ടറിയിൽ നിന്ന് നല്ല ഭാഗ്യം കിട്ടിയതായിട്ട് അറിയാൻ സാധിച്ചു. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കൊക്കെ വളരെയേറെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള നക്ഷത്രക്കാർക്ക്, ഇവിടെ പറയാത്ത നക്ഷത്രക്കാർക്ക് തീർത്തും ദോഷകാലം എന്ന് പറയത്തില്ല. നമ്മളിവിടെ ധനപരമായ കാര്യങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ധനം വർദ്ധിക്കുന്ന ആർക്കൊക്കെയാണ് അടുത്ത മാസം സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും അതിനെ ബേസ് ചെയ്താണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു നക്ഷത്രക്കാർക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.